learning. This is me, Abhirami. Again, you some Abhimisana. നമുക്കറിയാം നമ്മുടെ ഓണ എക്സാം അടുത്തിങ്ങെത്തിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് തികച്ചും ഒരാഴ്ച പോലും ഇല്ല. സോ ഈ ഒരു ഓണ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിൻഡ്രല്ല എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലേ. സോ ദ പ്രിൻസ് മാരീഡ് സിൻഡ്രല്ല ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾ ദ കോർട്ടിയേഴ്സ്. പ്രിൻസ് എന്ത് ചെയ്തു, എല്ലാവരുടെയും പ്രസൻസിൽ അവസാനം നമ്മുടെ സിൻഡ്രല്ലയെ കല്യാണം കഴിച്ചു അല്ലേ. സിൻഡ്രല്ല സ്റ്റെപ്പ് മദർ ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രിൻസ് നമ്മുടെ സിൻഡ്രല്ലയെ കല്യാണം കഴിക്കുന്നത്. ഓൾ ദ കൺട്രിമെൻ ഗ്യാതേർഡ് ഇൻ ദ പാലസ് ടു ഗ്രീറ്റ് ദം. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ആ രാജ്യത്തുള്ള എല്ലാവരും ആ ഒരു പാലസിൽ ഇവരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഡേ ഓൾ ദ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ടഡ് ദ വെഡിങ്. അടുത്ത ദിവസം എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും എന്താണ് ഇവരുടെ കല്യാണം അല്ലെ, നമ്മുടെ അംബാനിയുടെയൊക്കെ കല്യാണമൊക്കെ നടന്നത് പോലെ നമ്മുടെ പ്രിൻസിന്റെയും നമ്മുടെ സിൻഡ്രല്ലയുടെയും കല്യാണമാണ് പറ്റി എല്ലാ ന്യൂസ് പേപ്പറിലും വാർത്ത എന്ന് പറയുന്നത്. സോ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വുഡ് ബി ദ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. എന്തായിരിക്കും ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മക്കളെ 2012 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ ആദ്യം തന്നെ അതിനൊരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് വേണം, അതിനൊരു തലക്കെട്ടുണ്ടാവണം. എന്താണ് ഒരു കാര്യം അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന ആ ഒരു ഹെഡിങ് വായിക്കുമ്പോൾ മനസ്സിലാവണം, ക്യൂരിയോസിറ്റി ഉണ്ടാകണം. എന്നാലാണ് ആ ഒരു ഹെഡിങ് വായിച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായാലാണ് ബാക്കി ന്യൂസ് ഒരാൾക്ക് വായിക്കാൻ തോന്നുക. സോ ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് വേണം. അതിനുശേഷം എന്ത് വേണടാ, ഹെഡിങ് മാത്രം മതിയോ, പോരാ, പ്ലേസും ഡേറ്റും വേണം, ഏത് സ്ഥലത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം വേണം. അതിനുശേഷം എന്ത് വേണം, ഡീറ്റെയിൽസ് വേണം, എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് വേണം. പിന്നെ സപ്പോർട്ടിങ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിന് താഴെ വേണം. ഇതാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂസ് പേപ്പർ തയ്യാറാക്കി നോക്കാം അല്ലേ. സോ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ഹെഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്ഥലം ഉണ്ടാവും. ഇതാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഇനി നോക്കിക്കേടാ, റോയൽ മാരേജ് നമ്മളൊരു ഹെഡിങ് കൊടുത്തു അല്ലേ, റോയൽ മാരേജ് എന്ന ഹെഡിങ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ സ്ഥലവും ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ എഴുതാം അല്ലേ. ദ റോയൽ മാരേജ് ടുക്ക് പ്ലേസ് ഇൻ ദ റോയൽ പാലസ് ഹിയർ. റോയൽ പാലസിലാണ് റോയൽ മാരേജ് നടന്നത്. അതായത് നമ്മൾ ഈ രാജാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, നമ്മൾ രാജാവിനെ മെജസ്റ്റി എന്നൊക്കെ വിളിക്കുന്നത് പോലെ മാരേജിൽ നമ്മൾ എന്താ പറയുക, റോയൽ മാരേജ്, റോയൽ പാലസ് എന്നൊക്കെയാണ് പറയുക ബഹുമാനാർത്ഥം. So the elder prince married a beautiful girl named Cinderella. Cinderella എന്ന പേരുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേളിനെയാണ് പ്രിൻസ് മാരി ചെയ്തത് അല്ലേ. The marriage took place in the presence of the king, the queen and all the courtiers. അല്ലേ, രാജാവിൻ്റെയും രാജ്ഞിയുടെയും ബാക്കി എല്ലാവരുടെയും മുമ്പിലാണ്, അല്ലെങ്കിൽ അവരെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ ഒരു കല്യാണം നടന്നത് അല്ലേ. Cinderella step mother and sisters were also present. അവരും ഇതിൽ പ്രസന്റ് ആയിരുന്നു. All those who were present blessed the newly wedded couples. അല്ലേ, അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പുതു ജോഡികളെ അല്ലെ നവവധു വരന്മാരെ എന്ത് ചെയ്തു, അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് പേപ്പർ. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഫോർമാറ്റിൽ ഈ ഒരു കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തെറ്റിക്കൂടാണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ സിൻഡ്രല്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.